ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മുടെ കഴിഞ്ഞതാകുന്ന സെഷനിൽ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് അതിനകത്ത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നിങ്ങനെയുള്ള ആളുകളിലൂടെ ഹീറ്റ് എൻജിൻ എന്താണ്, റെഫ്രിജറേറ്റർ എന്താണ്, ഹീറ്റ് പമ്പ് എന്താണ്, ഇവയുടെ നെസസിറ്റീസ് അല്ലെങ്കിൽ അവന്മാരുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് എന്നിങ്ങനെയാകുന്ന കാര്യങ്ങളിലൂടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആൾ നമ്മളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്ലോഷ്യസ് ഇനിക്വാളിറ്റിയിലൂടെ എൻട്രോപ്പി എന്ന് പറയുന്നവൻ ആരാണ്, ആ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ സിലബസിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സസ് എന്ന് പറയുന്ന ആളിനെയാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്ന ആളിനെ സിംപ്ലി നമുക്കറിയാം എന്താണ് ഒരു സ്റ്റേറ്റ്. എന്താടാ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിസ്റ്റം ആകുന്ന ആളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ മൂന്നാകുന്ന വേരിയബിൾസ് മതിയാകും. പ്രഷറുണ്ട്, വോളിയമുണ്ട്, ടെമ്പറേച്ചറുണ്ട്. ശരിയാ? അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. ഈ പറയുന്നതായ മൂന്ന് പേരെ ഉപയോഗിച്ചുകൊണ്ട് ആ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ട മറ്റ് ചില പ്രോപ്പർട്ടികൾ, മറ്റ് ചില ക്വാളിറ്റികൾ അവന്മാരെ കൂടി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരുടെ പ്രൈമറി ആകുന്ന സഹായത്തോടു കൂടി മറ്റാകുന്ന ക്വാണ്ടിറ്റികൾ, തെർമോഡൈനാമിക് പ്രോപ്പർട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആകുന്ന കണ്ടീഷൻ പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ഉണ്ടാകും. ആ ഒരു സ്റ്റേറ്റിനകത്ത് നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആ സിസ്റ്റം റീച്ച് ആകുന്നു എന്തെങ്കിലും ആകുന്ന ഒരു പർട്ടിക്കുലർ ആകുന്ന കാരണം കൊണ്ട്, എന്തെങ്കിലും ആകുന്ന ഒരു സംഭവം നടക്കുന്നത് കൊണ്ട്. അങ്ങനെ 1 ആകുന്നിടത്ത് നിന്ന് 2 ആകുന്ന സ്ഥലത്തേക്ക് അവൻ പോകുമ്പോൾ നമ്മൾ പറയും ഒരു സ്റ്റേറ്റിൽ നിന്ന് സിസ്റ്റം ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അത് മാത്രമാണോ? അല്ല. ഈ പോകാൻ ഉപയോഗിച്ചതായ ആ വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പാത്ത് എന്ന് പറയുന്നത്, അവനെ നമുക്ക് അവിടെ എന്തായിട്ട് ഡിഫൈനും ചെയ്യാം, ഒരു പ്രോസസ്സ് എന്ന രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം, then it is said to be a thermodynamic process. ശരിയല്ലേ? ഒരു തെർമോഡൈനാമിക് ആകുന്ന ഒരു കണ്ടീഷനിനെ നമ്മൾ നോക്കുമ്പോൾ ആ തെർമോഡൈനാമിക് ആകുന്ന കണ്ടീഷൻ പ്രകാരം അവിടെ സംഭവിക്കുന്നതായ സ്റ്റേറ്റ് ചേഞ്ച് ഏതാകുന്ന വഴിയിലൂടെ, ഏതാകുന്ന രീതിയിലൂടെ അതിനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് എന്ത്? സിംപ്ലി ഇറ്റ് ഈസ് സെഡ് ടു ബി എ തെർമോഡൈനാമിക് പ്രോസസ്. എന്തെങ്കിലും ആകുന്ന ഡൗട്ട് ഉണ്ടോ ഈ ഒരു കാര്യത്തിൽ? ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സിലബസിനകത്ത് നിന്ന് ഈ ഒരു തേർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് കേവലം 10 മാർക്കിൻ്റെ ചോദ്യങ്ങളെ വരുന്നുള്ളൂ. അതും ഇതിനു മുമ്പ് നടത്തിയതാകുന്ന പല പരീക്ഷകളെയും നമ്മൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ നോക്കാൻ അടിസ്ഥാനപരമായി ഒന്നിലധികം പരീക്ഷാ ചോദ്യപേപ്പറുകളില്ല. ആകെ ഒരെണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ അവൈലബിൾ ആകുന്ന ചോദ്യപേപ്പറിനകത്ത് എത്രയാകുന്ന ഡെപ്ത് വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന രീതിയിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമുക്ക് കൃത്യമാകുന്ന വണ്ണം ഈ പരീക്ഷയുടെ അനിവാര്യത മനസ്സിലാക്കി തന്നെ വേണം എന്ത് ചെയ്യാൻ, നോട്ടുകൾ ഓരോന്നും തയ്യാറാക്കി മുന്നോട്ടേക്ക് പോകാൻ. അതിന് പ്രകാരം നമുക്ക് വേണ്ടതാകുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? അവിടെ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദാ നോക്കേടാ, വെൻ എവർ എ സിസ്റ്റം, കണ്ടോ, ഒരു സിസ്റ്റം ആകുന്ന ആൾ ചേഞ്ചസ് ഇറ്റ്സ് എ സ്റ്റേറ്റ്, അവൻ്റെ സ്റ്റേറ്റ് ചേഞ്ചായി. ഒരു സിസ്റ്റം ആകുന്ന ആൾ അവൻ്റെ സ്റ്റേറ്റ് ചേഞ്ചാക്കി. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നിപ്പോൾ അവൻ 2 എന്ന കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ വളരെ കൂളാകുന്നൊരു മൈൻഡോടുകൂടി നിൽക്കുകയാണ്. കുറേ നേരം പഠിപ്പിച്ചു കഴിയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഊർജം മൊത്തമായി നഷ്ടപ്പെടുമ്പോൾ ഞാൻ കുറച്ചൊന്ന് ക്ഷീണിക്കും. എനിക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതാകും എന്ന് വിചാരിക്കുക. എൻ്റെ ഈ ഒരു കൂൾനെസ് എനിക്ക് ഇല്ലാതായി എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്കായി എന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കൂളാകുന്നൊരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ പഠിപ്പിക്കാനെന്നുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്? ഞാൻ കാര്യമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അവിടെ എൻ്റെ എനർജി എന്ന് പറയുന്നത് ഏതൊക്കെയോ ആകുന്ന വിധത്തിൽ
വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയോ എന്ന വിധം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പലതാകുന്ന ആക്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന കാര്യത്തെ സ്വാധീനിക്കുന്നതായ ഘടകങ്ങളാണ്. ശരിയല്ലേ? അതുപോലെ എന്തൊക്കെയോ ആകുന്ന ചില ഫാക്ടേഴ്സുകൾ കാരണം സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. കണ്ടോ? വെന്നെവർ അല്ലെങ്കിൽ വെൻ എ സിസ്റ്റം ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം എന്താ? അങ്ങനെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് അവിടെ വരുമ്പോൾ, ഒരു പർട്ടിക്കുലർ ആകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അത് കോൺസെൻട്രേറ്റ് ആകുമ്പോൾ, ഒരു പർട്ടിക്കുലർ ആകുന്ന കണ്ടീഷൻ അവിടെ നിലനിർത്താൻ നോക്കുമ്പോൾ അവിടെ നമ്മൾ പറയും അവിടെ തെർമൽ ഇക്വിലിബ്രിയം. അതായത് ശരിക്കും ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അവിടെ സംഭവിക്കുമ്പോൾ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻഡ് ആണ്. That means one equilibrium condition to another equilibrium condition. കണ്ടോ? അവിടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അവിടെ ആ ബോഡി ചേഞ്ച് ചെയ്യുന്നു, ആ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന കാര്യം എന്താ? അവിടെ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം പോയിന്റിലേക്കാണ് ഇപ്പോൾ സിസ്റ്റം റീച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് അണ്ടർഗോൺ എ പ്രോസസ്. അപ്പോൾ നമ്മൾ എന്തു പറയും? ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ, ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്താൻ, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട്. ദാറ്റ് പർട്ടിക്കുലർ പരിപാടിയെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോസസ് എന്ന് പറയുന്നത്. സിംപ്ലി ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം then it is said to be a thermodynamic process. ഡൗട്ട് ഉണ്ടോ? then it is said to be a thermodynamic process. മക്കളെ ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. കൃത്യമാകുന്ന വണ്ണം കാര്യത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയാകുന്ന ആ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാകുന്ന രീതികളിലുണ്ട്? മക്കളെ നോക്കേടാ. ഒന്ന്, ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ സംഭവിക്കുന്നതായ പ്രോസസ്സ്. അതായത് ഇവിടെ വോളിയമാകുന്ന ആൾക്ക് മാറ്റമില്ല, എന്നാൽ ബാക്കിയുള്ള ആളുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. വോളിയമാകുന്ന ആളിന് വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ആ വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും അതിൻ്റേതാകുന്ന മാറ്റങ്ങൾ ഒക്കെ സാധിക്കാം. ഞാൻ പറഞ്ഞ എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വോളിയത്തിൻ്റെ ചേഞ്ച് സംഭവിച്ചാൽ മാത്രം മാറുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയത്തിന് മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നാണെങ്കിൽ ആ ആളുകൾക്ക് മാറ്റമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക? അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ അവിടെ വോളിയത്തിന് ചേഞ്ച് ഇല്ല എന്ന കാരണം. ഓക്കെ ആണോ? എടാ, അതുപോലെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഐസോകോറിക് പ്രോസസ്. ഇവനെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയതാകുന്നത് തന്നെയാണ്. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി ഇവനെ ഒന്ന് വെൽ ഡിഫൈൻഡ് ആകുന്ന രീതിയിൽ, വളരെ ബ്രീഫ് ആകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവുക? പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ പ്രോസസ്സുകളെ മൊത്തം ഒന്ന് പരിചയപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഇവിടെ വോളിയം ആകുന്ന ആളിന് മാറ്റമില്ല, മറ്റ് ആളുകൾക്ക് മാറ്റമുണ്ടാകും. അതുപോലെ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് എന്ന സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റേതാകുന്ന മാറ്റങ്ങളെ അവിടെ ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ മാറ്റങ്ങൾ വന്നില്ല എന്നും വരും. ഓക്കെ ആണോ? അടുത്തതാകുന്ന ഒരു സാധനത്തെ നോക്കേടാ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്നാണ്. എന്താടാ? കോൺസ്റ്റന്റ് ആകുന്ന പ്രഷർ പ്രോസസ് എന്നാണടാ നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇവിടെ ഇവനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഐസോബാറിക് പ്രോസസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. എന്താണ്? ഇഫ് ദ പ്രഷർ ഓഫ് എ സിസ്റ്റം ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്, നിലവിൽ പ്രഷർ ആകുന്ന സംവിധാനം കോൺസ്റ്റന്റ് ആകുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിനകത്ത് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, വിച്ച് ഈസ് സെഡ് ടു ബി കോൾഡ് അല്ലെങ്കിൽ സെഡ് ടു ബി ഓൾസോ നോൺ ആസ് എന്താണ്? ഐസോബാറിക് പ്രോസസ് എന്ന് പറയാം. എന്തെന്ന് പറയാം? ഐസോബാറിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ ആണ്. അടുത്തതാകുന്ന ഒരു പ്രോസസ്സ് നോക്കേടാ. കോൺസ്റ്റന്റ് ആകുന്ന ടെമ്പറേച്ചർ പ്രോസസ്സ്. കണ്ടോ? കോൺസ്റ്റന്റ് ആകുന്ന ടെമ്പറേച്ചർ പ്രോസസ്സ്. ഇവിടെ ടെമ്പറേച്ചർ ഒഴികെയുള്ള ആളുകൾക്ക് മാറ്റമുണ്ടാകും, പക്ഷേ ടെമ്പറേച്ചർ ആകുന്ന ആളിന് എന്തില്ല? മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുമ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായ ആളുകൾ ആരാണോ അവർക്ക് മാറ്റം ഉണ്ടാകാം,
ഉണ്ടാകാതിരിക്കാം എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുക. ഓക്കെ ആണോ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാകുന്ന കാര്യമാണ്. ഓക്കെ ആണ്. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞേ? എടാ, കോൺസ്റ്റന്റ് ആകുന്ന വോളിയം നിലനിൽക്കുന്ന പ്രോസസ്സ്, അതിനെ വിളിച്ച മറ്റൊരു പേരെന്താ? ഐസോകോറിക് പ്രോസസ്സ്. ഇനി എന്താ പറഞ്ഞേ? കോൺസ്റ്റന്റ് ആകുന്ന പ്രഷർ നിലനിൽക്കുന്ന പ്രോസസ്സ്, അതിനെ എന്ത് പേരിട്ടാ വിളിച്ചേ? ഐസോബാറിക് പ്രോസസ്സ്. ഇനി കോൺസ്റ്റന്റ് ആകുന്ന ടെമ്പറേച്ചർ ആണെങ്കിലോ പഠിച്ചതാ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞതാകുന്ന 3 പ്രോസസ്സുകൾ ഏതൊക്കെയാ? 3 അല്ല, ഇനിയും ഉണ്ട്. അവിടെ 3 പ്രോസസ്സുകൾ ആരൊക്കെയാ? എടാ, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഉണ്ടാകുന്നതായ ആ ചേഞ്ച്, അതായത് ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, ആ ചേഞ്ച് ഉണ്ടാകാൻ കാരണകാരി, വാട്ട് ഈസ് ദ കോസ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് എ തെർമോഡൈനാമിക് പ്രോസസ്സ്. ആ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഇപ്പോൾ നമ്മൾ എത്ര പേരെ പഠിച്ചു? 3 പേരുടെ പേര് പഠിച്ചു. എന്തൊക്കെയാ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിനെ നമ്മൾ ഐസോകോറിക് എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിനെ നമ്മൾ ഐസോബാറിക് എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആകുന്നവനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കും. ഇനി നോക്കേടാ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു ടേമാണ് അഡയബാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ അഡയബാറ്റിക് പ്രോസസ് എന്നൊരാളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എടാ, അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണടാ? ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് വാല്യൂ ഈസ് എ 0. കണ്ടോ? ഹീറ്റ് എക്സ്ചേഞ്ച് വാല്യൂ ഈസ് എ 0. ഹീറ്റ് എക്സ്ചേഞ്ച് വാല്യൂ ഈസ് എ 0. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ in between the system and the surroundings. That means no heat value അല്ലെങ്കിൽ no heat is added to the system or no heat is rejected from the system. കണ്ടോ? ഒരു സിസ്റ്റം ആകുന്ന ആളിലേക്ക് ഹീറ്റിനെ കൊടുക്കുന്നില്ല, അതുപോലെ ഒരു സിസ്റ്റം ആകുന്ന ആളിൽ നിന്ന് ഹീറ്റിനെ പുറത്തേക്കും കളയുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയും. ഓക്കെ ആണോ? അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയും. എന്തെന്ന് പറയും? അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയും. ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് മക്കളെ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആളുകളെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ ഈ ഒരൊറ്റ ആൾ മതി. ഓക്കെ ആണോ? ഇതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ദർ ഇസ് നോ പെർട്ടിക്കുലർ റീസൺ ടു ഡിഫൈൻ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. ഇങ്ങനെയാകുന്ന ആളുകളെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് പഠിക്കേണ്ടതാകുന്ന സാഹചര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇക്വേഷനും കാര്യങ്ങളും അവിടെയുള്ള ടെക്നിക്കാലിറ്റികളൊക്കെ എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? അടുത്തത് എന്താ പഠിക്കാനുള്ളതെന്നാ പറഞ്ഞ പോളിട്രോപ്പിക് പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പറയാനുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഫ്രീ എക്സ്പാൻഷൻ. കണ്ടോ? ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ആളാ. ആരാടാ? ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്ന ആളാ. എന്താടാ? ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്ന ആളാ. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് നമ്മൾ ഒരാളെയും കൂടെ പഠിക്കുന്നു, ത്രോട്ടിലിംഗ് പ്രോസസ്. എന്താകുന്ന ആളെ കൂടെ പഠിക്കും? ത്രോട്ടിലിംഗ് പ്രോസസ്. എന്താകുന്ന ആളെ കൂടി പഠിക്കും? ത്രോട്ടിലിംഗ് പ്രോസസ്. ഇത്രയും ആകുന്ന ആളുകളെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനായിട്ടുള്ളത്. ഒന്നുകൂടെ പറഞ്ഞു ആ പേരുകളൊക്കെ എന്തൊക്കെയാണ്? ആ പേരുകളൊന്നും ഒന്നുകൂടെ പറഞ്ഞു പോവാം മകളെ. എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് എന്തു പഠിച്ചോ അതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡാകണം. മാക്സിമം ആകുന്ന വണ്ണം ആവർത്തിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞടിച്ചുറപ്പിക്കണം നിങ്ങളുടെ തലച്ചോറിലേക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി പഠിക്കാനിരിക്കുക. എനിക്കെങ്ങനെ പഠിക്കണമെന്നാണോ തോന്നുന്നത്, എങ്ങനെ പഠിച്ചാലാണോ എനിക്കൊരു കാര്യത്തെ മനസ്സിലാകുന്നത്, അത് അതേപടി ഏറ്റവും ചെറുതാകുന്ന കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം ആകുന്ന ആളിനകത്ത് സ്റ്റേറ്റ് ആകുന്ന കാര്യത്തിനൊരു ചേഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് ആ സിസ്റ്റം ചേഞ്ച് ആകും. അങ്ങനെയാണെങ്കിൽ അവിടെ അണ്ടർഗോൺ ചെയ്തതാകുന്ന ആ പരിപാടിയെ വിളിക്കുന്ന പേരാണ് പ്രോസസ്, അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കോസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്തെന്ന് പറയാം? കോസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. കണ്ടോ? നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ എന്ന വണ്ണം പറയുന്നുണ്ട്. സിംപ്ലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യമാണ് കേട്ടോ. എന്താ പറഞ്ഞേ? കോസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താണെടാ? കോസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്.
ഓക്കെ ആണോ? കോസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. കണ്ടോ, ഇനെ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇനെ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാകുന്ന പ്രോസസ്സുകൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ്, ട്രോപ്പിക് പ്രോസസ്സ്, ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സ് ആൻഡ് ഓൾസോ ത്രോട്ടിലിംഗ് പ്രോസസ്സ്. ഇത്രയും ആളുകളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് മെയിൻ ആകുന്ന വണ്ണം ചോദിക്കുന്നത്. ഇതിൽ എടുത്തു പറഞ്ഞ കാര്യം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ പേര് വേണമെങ്കിൽ എടുത്തു ചോദിക്കാം. ഐസോകോറിക് പ്രോസസ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ പേര് എടുത്തു ചോദിക്കാം. ഐസോബാറിക് പ്രോസസ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ എന്ത് പേര് വരുമെന്ന് ചോദിക്കാം? ഐസോ തെർമൽ പ്രോസസ്. ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താകും അഡയബാറ്റിക് നടക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദാറ്റ് ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ വെൻ ഇറ്റ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇത്രയും ആകുന്ന ടൈപ്പ് പ്രോസസ്സുകളുണ്ട്. ഇനി രണ്ട് രീതിയിലാണ് ഈ പറയുന്നതായ പ്രോസസ്സുകൾ നടക്കുന്നത്. ഒന്നുകിൽ അത് എക്സ്പാൻഷൻ ആയിരിക്കും, ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് കംപ്രഷൻ ആകുന്ന രീതിയിലായിരിക്കും. എങ്ങനെ ആയിരിക്കൂടാ? ഒന്നുകിൽ അത് എക്സ്പാൻഷൻ ആകുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അത് കംപ്രഷൻ ആകും. ഓക്കെ ആണോ? ഇവിടെ ഇപ്പോൾ ഫ്രീ എക്സ്പാൻഷനെ വിട്, ത്രോട്ടിലിംഗ് ആകുന്നവനെ വിട്, ഇത് രണ്ടും വിടുക. ബാക്കി ഇത്രയും ആകുന്ന ആളുകളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ അവിടെ എക്സ്പാൻഷൻ ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കുന്നത്? കംപ്രഷൻ. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ അവിടെ എക്സ്പാൻഷൻ നടക്കാം. ആണോടാ? അല്ല. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ അവിടെ വോളിയത്തിനകത്ത് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കൂടാ? എക്സ്പാൻഷൻ നടന്ന വോളിയത്തിനകത്ത് ചേഞ്ച് വരും. കണ്ടോ? അവിടെ പ്രഷർ എന്ന് പറയുന്നതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ട് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കാം, അതുപോലെ തന്നെ കംപ്രഷന് സംഭവിക്കാം. ശരിയല്ലേ? എടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായോ? ഈ പറയുന്ന എക്സ്പാൻഷനും കംപ്രഷനുകളും നടക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ അതിനനുയോജ്യമാകുന്ന ലോജിക്കലാകുന്ന രീതിയിൽ ഇതിനെ എടുത്ത് അപ്ലൈ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഐസോ തെർമൽ എക്സ്പാൻഷൻ, ഐസോ തെർമൽ കംപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇത് ലോജിക്കലി എവിടൊക്കെ അപ്ലൈ ആകുമോ അവിടെ എല്ലാം ഇട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ആകുന്ന കാര്യങ്ങൾ കൃത്യമാകുന്ന വണ്ണം പഠിച്ചു എന്നാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഈ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് എന്ന് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. നമ്മൾ ഈ പ്രോസസ്സ് എന്നതാകുന്ന ആളിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പഠിക്കുമ്പോൾ രണ്ട് ഗ്രാഫുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. എന്താ ഞാൻ പറഞ്ഞേ? എടാ, നമ്മൾ ഒരു പ്രോസസ്സ്, തെർമോഡൈനാമിക് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമ്മൾ പഠിക്കുന്നു എന്നാണെങ്കിൽ അവിടെ രണ്ട് ഗ്രാഫുകൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്ന് ഡയറക്റ്റ് ആകുന്ന രീതിയിൽ ക്വസ്റ്റ്യനുകൾ ഉണ്ടാകാം. ഗ്രാഫ് തന്നിട്ട് ഇത് ഏതാകുന്ന പ്രോസസ്സിനെ കാണിക്കുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ ചോദ്യം ഉണ്ടാകാം. ചിലപ്പോൾ ചോദ്യം പറഞ്ഞിട്ട് 4 ഗ്രാഫുകളിൽ നിന്ന് ആരാകും ഇതിന് അനുയോജ്യമാകുന്ന ഗ്രാഫ് എന്ന രീതിയിൽ ചോദ്യമുണ്ടാകാം. ഇങ്ങനെ പലതാകുന്ന രീതിയിൽ ടെക്നിക്കൽ ആകുന്ന പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഇതിനു മുന്നേയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം ഇങ്ങനെയാകുന്നൊരു ചോദ്യത്തെ. ഓക്കെ ആണോ? ശരി. അപ്പോൾ ആ കാര്യം പറഞ്ഞു. ഇനി ഏതൊക്കെയാകുന്ന ഗ്രാഫുകളാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്? 2 ഗ്രാഫ്. ഒന്ന് PV ഡയഗ്രം, അതുപോലെ TS ഡയഗ്രം പഠിക്കണം. ഓക്കെ ആണോ? നമ്മൾ ആരെയൊക്കെ പഠിക്കണം? ഒന്ന് PV ഡയഗ്രം പഠിക്കണം, 2 TS ഡയഗ്രം പഠിക്കണം. ആരെയൊക്കെ പഠിക്കണം? PV ഡയഗ്രം പഠിക്കണം, അതുപോലെ TS ഡയഗ്രം പഠിക്കണം. ഇനി നമ്മൾ പഠിക്കുന്ന പ്രോസസ്സ് ഏതാ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്. ഓക്കെ ആണോ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ഇൻ വോളിയം ഈസ് എ 0. കണ്ടോ? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ടോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ഈസ് എന്താണ്? എ 0. അവിടെ എന്താ സംഭവിക്കുന്നത്? എടാ, ഇവിടെ നോക്കേ, ഇവിടെ വോളിയം ആകുന്ന ആളിനെയും ഇവിടെ പ്രഷർ ആകുന്ന ആളിനെയും ഡിഫൈൻ ചെയ്തുകൊണ്ട് ഞാൻ ഗ്രാഫ് വരച്ചു. ശ്രദ്ധിച്ചോ ആ ഗ്രാഫ്? PV ഡയഗ്രം എന്ന് പറയുമ്പോൾ, PV ഡയഗ്രം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന P ഡിഫൈൻസ് പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. V ഡിഫൈൻസ് വോളിയം. V ആരെക്കുറിച്ചാണ് പറയുന്നത്? PV ഡയഗ്രത്തിലെ V വോളിയത്തെക്കുറിച്ച്. ഇനി ഗ്രാഫിനകത്തേക്ക് വരുമ്പോൾ P ആകുന്ന ആൾ ഏത് ആക്സസിൽ എഴുതണം? Y ആക്സസിൽ എഴുതണം. V ആകുന്ന ആളിനെ ഏത് ആക്സസിൽ എഴുതണം? എടാ, X ആക്സസിനകത്ത് എഴുതണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ. അവിടെ X ആക്സിസിനകത്തുള്ള വോളിയം ആകുന്ന ആളിനെ ചേഞ്ച് ഇല്ല,
എക്സ് ആക്സിസിനകത്തുള്ള വോളിയം ആകുന്ന ആളിന് ചേഞ്ച് ഇല്ല എങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഒരു പെർപെൻഡിക്കുലാർ ടു ദ എക്സ് ആക്സിസ് ആകുന്ന വരയായിരിക്കും വരിക. കണ്ടോ? അത് മനസ്സിലാക്കണേ. എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്നാ ഞാൻ പറഞ്ഞേ. ഇഫ് എ ഗ്രാഫ് ഈസ് ഡ്രോൺ, if a graph is drawn with the quantity in the x-axis to be a constant, x-axisനകത്തുള്ള ആൾ ഇവിടെ വോളിയമാണ്. ഇത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കേണ്ടത് ഈ എക്സ് ആക്സിസ് സംബന്ധമാകുന്ന രീതിയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും? എടാ ഇങ്ങോട്ടൊന്ന് നോക്കേ, ഈ ലൈൻ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ ദാ ഇവിടെ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ചോദ്യം എങ്ങനെ ഉണ്ടാകാം? ഏറ്റവും ആദ്യം നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആകുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ചോദ്യം, ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എന്താ പി വി ഡയഗ്രാം ആകുന്നതിൽ ഒരു എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആകുന്ന ഒരു ലൈൻ ആയിരിക്കും എന്ത്? പി വി ഡയഗ്രാം. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ. മനസ്സിലായോ? എന്താടാ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? എന്താ? എടാ ഒരു ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലാർ ടു ദ എക്സ് ആക്സിസ് എന്ന രീതിയിലാണ് പി വി ഡയഗ്രത്തിൽ ഐസോകോറിക് പ്രോസസ്സിനെ നമ്മൾ എഴുതേണ്ടത്. ഡൗട്ട് ഉണ്ടോ? നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താ ഞാനിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതെന്നൊന്ന് ആലോചിച്ച് നോക്കേ. ഞാനിവിടെ എക്സ് ആക്സിസിനകത്ത് എഴുതിയത് വോളിയമാണ്. ഇഫ് ദിസ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്രോസസ്, then I should have to drop a line which is straight and perpendicular to the x-axis. കണ്ടോ? 90 ഡിഗ്രി ആകുന്ന രീതിയിൽ. കണ്ടോ? പെർപെൻഡിക്കുലാർ ടു എക്സ് ആക്സിസ്. കണ്ടോ? പെർപെൻഡിക്കുലാർ ടു ദ എക്സ് ആക്സിസ്. കണ്ടോ? ഒരു ചോദ്യമാണ്. പെർപെൻഡിക്കുലാർ ടു ദ എക്സ് ആക്സിസ് ആകുന്ന രീതിയിൽ ഞാനിവിടെ എന്ത് വരയ്ക്കണം? ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ ആണോ മക്കളെ? മനസ്സിലാകുമോ? കൃത്യമാകുന്ന വണ്ണം പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. ഇനി അടുത്തതാകുന്നൊരു കാര്യം, ഏത് ഗ്രാഫ് വരച്ചാലും അവിടെ സ്റ്റേറ്റുകൾ മാർക്ക് ചെയ്യാൻ ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ? അതാണ്ട് ഇത് 1 എന്ന പോയിന്റ് താണ്ടേ, ഇത് 2 എന്ന് പറയുന്ന പോയിന്റ് താണ്ടേ. കണ്ടോ? ഇതാണ് 1 എന്ന് പറയുന്ന പോയിന്റ്, ഇത് 2 എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ കൺസിഡർ ചെയ്യാണ് എന്ത് മക്കളെ? എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. 1 എന്ന് പറയുന്നതായ ഒരു സ്റ്റേറ്റ്. ആ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് സിസ്റ്റം എങ്ങോട്ടേക്ക് പോകുന്നു? 2 എന്നതാകുന്ന സ്റ്റേറ്റിലേക്ക്. ഇതൊരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മറ്റൊരു തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് പോകുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കി വയ്ക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒന്ന് ആലോചിച്ചേ, 1 എന്ന പോയിന്റിലായിരുന്നു ഇപ്പോൾ സിസ്റ്റം. അവിടെ എന്തോ ഒരു സംഭവം നടന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? 2 എന്ന സ്റ്റേറ്റിലേക്ക് സിസ്റ്റം മൂവായി, ചേഞ്ചായി. ഈ തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഈ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ഇപ്പോൾ സ്റ്റേറ്റ് പോയി. ഓക്കെ ആണല്ലോ? ആണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇവിടെ വോളിയം എന്ന് പറയുന്ന ആൾക്ക് ചേഞ്ച് ഇല്ല. ഓക്കെ ആണോ? അതുകൊണ്ട് ഈ സ്റ്റേറ്റിലുള്ള വോളിയത്തിനെ V1 എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇവിടുത്തെ വോളിയത്തിനെ V2 എന്നാണ് വിളിക്കുന്നതെങ്കിൽ ദീസ് ടു വോളിയംസ് ആർ സെറ്റ് ടു ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ഇവനും ഒരു കോൺസ്റ്റന്റ് വാല്യൂ വിച്ച് ഈസ് സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇത് രണ്ടും എന്താണ്? ഒരേ മൂല്യമുള്ള, ഒരേ ന്യൂമറിക്കൽ വാല്യൂ ഉള്ള എന്താണ്? വോളിയങ്ങളാണ്. ചേഞ്ച് ഇല്ല. ഓക്കെ ആണോ? ഇനി അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിക്കേണ്ടതുണ്ട്. ഏത് ഗ്രാഫ് വരച്ചാലും അവിടെ ഏരിയ കണ്ടോ? ഏരിയ എന്ന് പറയുന്ന ഒരാളെ കൂടി പരിഗണിക്കണം. ഏത് ഗ്രാഫ് വരച്ചാലും അവിടെ ഏരിയ എന്ന് പറയുന്ന ആളിനെ പരിഗണിക്കണം. ഏത് ഗ്രാഫ് വരച്ചാലും ഏരിയ എന്ന് പറയുന്ന ഒരാളിനെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ പി വി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനെയാണ് കിട്ടുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഏരിയ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് ഒരു പി വി ഡയഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അവിടെ വർക്കാകുന്ന ആളിനെയാണടാ കിട്ടുന്നത്. ആരെയാ കിട്ടുന്നത്? വർക്കാകുന്ന ആളിനെയാണ് കിട്ടുന്നത്. ശരിയല്ലേ? ഇവിടെ പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു ലൈൻ. ഇവിടെ ഒരു ഏരിയ കവറേജ് വരുന്നുണ്ടോ? ഇവിടെ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരാളിനെ എടുക്കാനുണ്ടോ? ദ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് വെനെവർ ഐ ആം ഡ്രോയിങ് എ ഗ്രാഫ് ഐ എം ഗെറ്റിംഗ് എ സിംഗിൾ ലൈൻ. ഒരു ലൈനാണ് അവിടെ കിട്ടുന്നത്. ഒരു 2 ഡയമെൻഷണൽ ആകുന്ന ഒരാൾ അവിടെ ഇല്ല. മീൻസ് എനിക്കവിടെ ഒരു ഏരിയ കണ്ടെത്താനില്ല. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് പി വി ഡയഗ്രാം തരുന്നത് വർക്കാണെങ്കിൽ ഹിയർ ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ ഈസ് 0. ഹിയർ ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ ഈസ് 0 ബിക്കോസ് ദ ചേഞ്ച് ഓഫ് വോളിയം ഈസ് 0. കണ്ടോ? പഠിച്ചോ? പഠിച്ചു. കൃത്യമാകുന്ന വണ്ണം മനസ്സിലാക്കിയോ?
മനസ്സിലാക്കി. എന്തെങ്കിലും ആകുന്ന ഡൗട്ടുണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ദാ നോക്കിക്കോണം, പി ഡെൽറ്റ വി ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? പി ഡെൽറ്റ വി ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? പി ഡെൽറ്റ വി ആണ്. അവിടെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാഫിക്കലി ഒന്നും ഇതിനെ പറയേണ്ടതില്ല. ഇഫ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ വി ഈസ് എ 0, ദെൻ P into 0, that gives again a 0, that means the work done is 0. ഇത്രയും ചിന്തിച്ചൂടെ? ഗ്രാഫിക്കലി ഈ പറയുന്ന കാര്യങ്ങളിലൂടെ പോകണം. ഓക്കെ ആണോ? ഗ്രാഫിക്കലി ഈ പറയുന്ന കാര്യങ്ങളിലൂടെ പോകണം. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണേ. ഇവിടെ 1 എന്ന് പറയുന്ന താഴെയുള്ള പോയിന്റിൽ നിന്ന് 2 എന്ന മേളിലുള്ള പോയിന്റിലേക്കാണ് പോയേക്കുന്നത്. ഇവിടെ ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ നടന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ നടന്നത് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കാം. എൻ്റെ കയ്യിൽ ഇതാണ്, ഞാനൊരു ബോക്സ് കരുതുകയാണ്. ഇതൊരു അഡയബാറ്റിക് ആകുന്ന ഒരു ബോക്സാണ്. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് എ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും അവിടെ നടക്കുന്നില്ല.